عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى. ഏറ്റവും ബഹുമാനമുള്ള ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷാജഹാൻ ദാരിമി അവർ, ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ അവർ, ഇതിന് എല്ലാ നിലക്കുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചു. കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് ശ്രീമാൻ കെ മുരളീധരൻ, അതുപോലെ ഈ സദസ്സിനെ ആശീർവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ച സ്വാമിജി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരാകുന്ന അതിൻ്റെ നേതാക്കന്മാർ, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സദസ്സിലൂടെ സംബന്ധിച്ച ബഹുമാനമുള്ള മോമിനികൾ, ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോകാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ എന്നെ വിളിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ല, നിങ്ങളെ പ്രസംഗം കുറച്ച് കേട്ടിട്ട് പോകണുള്ളൂ. അപ്പോൾ ഏതായാലും സന്തോഷകരമാണ്. ഇവരൊക്കെ ഇവിടെ വന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ നയവും അതിൻ്റെ നിലപാടുകളൊക്കെ മനസ്സിലാക്കിയവരാണ്. ഈ കേരളത്തിൽ ഭരണം നടത്തുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ ഇവിടുത്തെ ഭരണകർത്താക്കളോടും മറ്റുള്ള രാഷ്ട്രീയക്കാരോടൊക്കെ എപ്പോഴും സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ ആവശ്യമായതും നീതിപൂർവമായ കാര്യങ്ങൾ മാത്രമേ എപ്പോഴും ആവശ്യപ്പെടാറുള്ളൂ. അത് ഭരണ പ്രതിപക്ഷ ഏത് ഗവൺമെൻറ്റുകൾ ഇവിടെ വരുമ്പോഴും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവശ്യങ്ങളും മറ്റും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് LDFും അങ്ങനെ ചെയ്തിട്ടുണ്ട്, UDFും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളോടൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുലർത്തി പോരുന്ന ഒരു സൗഹൃദമുണ്ട്. ആ സൗഹൃദം എന്നും ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോകണം എന്നൊരാഗ്രഹമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം വളരെ അടിസ്ഥാനപരമായ ചില തത്വങ്ങളുടെ മേലിലാണ് വിശുദ്ധമാവുന്ന ഇസ്ലാമിനെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ളത്. ഒന്ന് വിശ്വസ്തത, മറ്റൊന്ന് സത്യം, മറ്റൊന്ന് നീതി. ഇത് ഇങ്ങനെ വളരെ വിശുദ്ധമാവുന്നതായ അടിസ്ഥാനങ്ങൾ, ആ അടിസ്ഥാനങ്ങൾ അത് അടിത്തറ പാകിക്കൊണ്ട് സ്ഥാപിക്കപ്പെട്ടതായ ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം. അപ്പോൾ എന്നും നീതിൻ്റെ ഒപ്പം മാത്രമേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിന്നിട്ടുള്ളൂ. സത്യത്തിൻ്റെ കൂടെ മാത്രമേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിന്നിട്ടുള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനങ്ങൾക്ക് നന്മ ചെയ്യുക, ജനങ്ങളോട് മാത്രമല്ല, ഇവിടുത്തെ സർവ്വചരാചരങ്ങൾക്കും നന്മ ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തിയറി. അതാണ് ആ ഒരു പ്രത്യേക തിയറിൻ്റെ പേരിലും സ്ഥാപിക്കപ്പെട്ടതാണ് വിശുദ്ധമാവുന്ന ദീൻ.
അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആൾക്കൂട്ട കൊല നടത്തി. അത് നമ്മളെ രാജ്യക്കാരനാവട്ടെ അല്ലാത്തവനാവട്ടെ ഈ ലോകത്തുള്ള ഒരു മനുഷ്യനെയും അക്രമമായി കൊണ്ട് കൊല ചെയ്യപ്പെടാൻ പാടുള്ളത്. ആ ഒരു അക്രമ സ്വഭാവം നമ്മളിൽ നിന്ന് ഉണ്ടാവാനും പാടില്ല. ഇത് വിശുദ്ധമാവുന്നതായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പക്ഷെ അതിന് വിപരീതമായി കൊണ്ട് മൃഗീയ ശക്തി മനുഷ്യനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുമ്പോൾ മനുഷ്യനിൽ നിക്ഷേപിക്കപ്പെട്ട ഒന്നാണ് മൃഗീയമാവുന്ന സ്വഭാവങ്ങൾക്ക് അതിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശക്തി. അപ്പം ആ ശക്തിനെ ബുദ്ധിപരമാവുന്ന ആ ശക്തി കൊണ്ട് അതിനെ അടിച്ചമർത്താൻ കഴിയണം. ഇതാണ് യഥാർത്ഥ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വികാരപരമായി ഉണ്ടാവുന്നതായ പല ദുസ്വഭാവങ്ങളുണ്ടാവും. പക്ഷെ വികാരം വേണ്ടെന്നല്ല ഇസ്ലാമിൻ്റെ സന്ദേശം, വികാരം വേണമെന്നാണ്. പക്ഷെ വികാരത്തിനെ കൊണ്ടുപോയി ഒതുക്കണം. പക്ഷെ അത് ഒതുക്കപ്പെടേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ ഒതുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വികാരം ഉണ്ടാവും ഓരോ അവയവങ്ങൾക്കും. കയ്യിന് വികാരമുണ്ട്, കണ്ണിന് വികാരമുണ്ട്, കാതിന് വികാരമുണ്ട്. അങ്ങനെ ശരീരത്തിലുള്ള പല അവയവങ്ങൾക്കും വികാരം ഉണ്ടാവും. ഈ വികാരത്തിന് അനുവദിക്കപ്പെടാത്ത മേഖലയിൽ കൊണ്ടുപോയി ഒതുക്കാൻ പാടില്ല. ആ ഓരോ വികാരങ്ങളും സാധിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ തിയറി. അങ്ങനെയല്ലേ? പക്ഷെ നിൻ്റെ വയറിനേക്ക് വികാരം ഉണ്ടാവും. ആ വയറിൻ്റെ വികാരങ്ങൾ അത് എവിടെയാണ്, എന്തുകൊണ്ടാണ് അതിനെ സാധിപ്പിക്കേണ്ടത്? അതിന് പ്രത്യേകമാകുന്ന നിർദ്ദേശം ഇസ്ലാമിലുണ്ട്. നിൻ്റെ കയ്യിനിക്ക് ചില വികാരങ്ങളുണ്ടാവും. എല്ലാം കടന്ന് പിടിക്കാൻ പറ്റുമോ? എല്ലാം പിടിച്ചാൽ ചിലപ്പോൾ അടിയിട്ടീന്ന് വരും. അപ്പോൾ അതിന് സാധിപ്പിക്കേണ്ട മേഖലകൾ വിശുദ്ധമാവുന്ന ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നതുപോലെ ക്രോധം അത് മനുഷ്യനിലുണ്ടാവുന്നൊരു ശക്തിയാണ്. ആ ക്രോധത്തിൽ നിന്ന് ഉത്ഭൂതമാവുന്ന ദുസ്വഭാവങ്ങളുണ്ടാവും. ആ സ്വഭാവങ്ങളെ പരിശുദ്ധമാവുന്ന ഇസ്ലാം അതിനെ എതിർത്തിട്ടുണ്ട്. ക്രോധം മനുഷ്യർക്ക് ഉണ്ടാവണം. ആ ക്രോധത്തിനെ എവിടെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? അതിനക്ക് പ്രത്യേകമാവുന്നതായ അതിൻ്റെ മാർഗനിർദ്ദേശം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യന്മാരോടുള്ള പെരുമാറ്റം എന്ന് മാത്രമല്ല, ലോകത്തുള്ള സർവ്വ വസ്തുക്കളോടുള്ള പെരുമാറ്റം, അതിനക്ക് ശരിയായ ഒരു റൂട്ട് നിശ്ചയിക്കപ്പെട്ടതായ മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. അതുകൊണ്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സ്വാമിജിയും ശ്രീമാൻ ഇതിനൊക്കെ സൂചിപ്പിച്ചു. ഈ സൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കി, ഇത് നമ്മൾ വാക്കിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല സൗഹാർദ്ദത്തുള്ളൂ. ആ സൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കി തീർക്കാനുള്ളതായ അതിൻ്റെ പ്രവൃത്തികൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ 100 വർഷമായി. ഇവിടെ ജനങ്ങളിടയിൽ, മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല, എല്ലാ ജനങ്ങളിടയിലും സൗഹാർദ്ദം ഉണ്ടാക്കി തീർക്കാം. എല്ലാ ജനങ്ങളോടുള്ള ഇസ്ലാമിൻ്റെ തിയറി എങ്ങനെയാണ്? എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കാം. അത് സ്വന്തം കുടുംബക്കാരല്ലാത്തവരൊന്നും, അല്ലെങ്കിൽ സ്വന്തം മതക്കാരനല്ലാത്തവനിക്കും എന്നുള്ള മതമുള്ളവനിക്കും മതമില്ലാത്തവനിക്കൊക്കെ ചെയ്തു കൊടുക്കണം. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ തിയറി അതാണ്. ഇവിടെ നന്മ മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. ഈ വിശുദ്ധമാവുന്നതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ടാണ് ഈ സംഘടനയെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെന്ന് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഇതിൻ്റെ നയങ്ങളെ അംഗീകരിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇതേവരെയുള്ള കാലഘട്ടത്തിൽ ഈ പറയപ്പെട്ട സ്വഭാവങ്ങൾക്കെതിരായ ഒരു പ്രവൃത്തിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നുണ്ടായിട്ടില്ല. പിന്നെ മുസ്ലിം പേരുള്ളവർ, അത് എല്ലാ പേരുള്ളവരും എല്ലാ നിലക്കുള്ള അക്രമങ്ങളും ഇവിടെ ചെയ്യും. അത് മുസ്ലിം പേരുണ്ടായതുകൊണ്ട് മാത്രമല്ല,
അത് മുസ്ലിം പേരുള്ളവർക്ക് എല്ലാ മതത്തിൻ്റെ അനുയായികൾ പലരും ആ മതത്തിൻ്റെ ശരിയായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ ഇവിടെ വല്ല കുഴപ്പമുണ്ടാവില്ലല്ലോ. പക്ഷെ ആ നിലയ്ക്ക് ജീവിക്കുക എന്നുള്ളത് മനുഷ്യനാണല്ലോ. മനുഷ്യരിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രോധത്തിൻ്റെയും വികാരത്തിൻ്റെയും ഒക്കെ ശക്തികളുണ്ടാവും. അതിനെ അടിച്ചമർത്തിയും കൊണ്ടിട്ട് അതിന് ഉപയോഗിക്കപ്പെട്ട സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുക എന്നുള്ള ഒരു തിയറി നമ്മൾ സ്വീകരിക്കണം. അതില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഈ വിശുദ്ധമാവുന്നതായ ഈ അടിത്തറയുടെ മേലിൽ സ്ഥാപിക്കപ്പെട്ടതായ ഒരു സംഘടനയാണ്. അതായത് ഇസ്ലാമിൻ്റെ വിശുദ്ധമായ അടിത്തറ. അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിൻ്റെ എല്ലാ മേഖലകളും അതിൻ്റെ പ്രവർത്തന മേഖലകളും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ആ വിദ്യാഭ്യാസം ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ ആ വിദ്യാഭ്യാസങ്ങളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഇവിടുത്തെ ഒരു ടെക്നോളജിക്കും സമസ്ത കേരള ജമീയത്തുൽ ഉലമ എതിരല്ല. പുതിയ പല ടെക്നോളജികളും വന്നു. അപ്പം അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. വിദ്യാഭ്യാസം മാത്രമല്ല, മനുഷ്യൻ്റെ ആരോഗ്യപരമായ ഇസ്ലാം ഏറ്റവും പ്രധാനം നൽകിയ ഒന്നാണ് ആരോഗ്യം എന്നുള്ളത്. ആ ആരോഗ്യത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെ വളരെയധികം ശക്തമായ നിലയ്ക്ക് നിർദ്ദേശിച്ചതായ ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത്. അതുപോലെ സാംസ്കാരികമായ കാര്യങ്ങൾ, സാമൂഹ്യമായ കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാ മേഖലയിലും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയ ഒരു മതമാണ് വിശുദ്ധമായ ഇസ്ലാം. അതനുസരിച്ചാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് ജില്ലയിലെ കുനിയ എന്ന പ്രദേശത്ത് നടക്കപ്പെടുമ്പോൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കുകയും അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അനുഭാവികളും സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നും ഉണ്ടാവണമെന്ന് ആദ്യമായി നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താം. മറ്റൊന്ന്, ഇവിടെ ഈ നൽകപ്പെട്ട സ്വീകരണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ തിരുവനന്തപുരം ജില്ലയുടെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ഷാജഹാൻ ദാരിമിയും നമ്മുടെ പ്രിയങ്കരനാവുന്ന നൗഷാദ് ബാക്കവിയും സിദ്ദീഖ് ഫൈയും അവരെ ഒപ്പം നിന്നും കൊണ്ടിട്ട് ഇവിടുത്തെ നാട്ടുകാരും പ്രവർത്തകരൊക്കെ കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ സ്വീകരണം നൽകി വിജയിക്കാനുള്ള കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വീകരണ സംഗമത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ധാരാളം ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു. അള്ളാഹു സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിന്നീട് ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന ഈ സമ്മേളനത്തെ വിജയമാക്കി തീർക്കാനുള്ള ഒരു തൗഫീഖ് നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ സന്ദേശമൊക്കെ നിങ്ങളിലേക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.